സാറ് പറഞ്ഞിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം പ്രണയത്തിലാണെന്ന്. അപ്പൊ അങ്ങനെ പ്രണയം ഉണ്ടെങ്കിൽ ഈ കൊല്ലും കൊലയൊക്കെ ഈ മതത്തിന്റെ പേരില് ജാതിയുടെ പേരിലൊക്കെ നടക്കുന്നില്ല. അപ്പൊ പ്രണയം ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കുമോ നമ്മുടെ ഈ സമൂഹത്തിൽ? തീർച്ചയായും പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഞാനും എന്റെ വൈഫ്, എനിക്ക് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫും ഹസ്ബൻഡ് വൈഫും അല്ലെങ്കിൽ കാമുകി കാമുകി, ഇവര് തമ്മിൽ ആത്മാർത്ഥമായി ലയിച്ച് പ്രണയിക്കുകയാണ്, ലയിച്ച് അലിഞ്ഞു ചേരുകയാണ്, സ്നേഹബന്ധത്തിലൂടെ അലിഞ്ഞു ചേരുകയാണ്. ഹസ്ബൻഡ് വൈഫും തമ്മിൽ അലിഞ്ഞു ചേരണം എന്നാണ്. ഈ അലിഞ്ഞു ചേരലിൽ രണ്ടുപേരുടെയും ഉള്ളിൽ ഒരേ എനർജി ലെവലാണെങ്കിൽ, പോസിറ്റീവ് എനർജി ആണെങ്കിൽ ഇവര് അലിഞ്ഞു ചേർന്നതിൽ ഒരു പൂർണ്ണത, ഒരു റിസൾട്ട് ഉണ്ടാവും അല്ലെ. പക്ഷെ ഈ വളച്ചെടുത്തിരിക്കുന്ന പെണ്ണിനെ അലിഞ്ഞു ചേർന്നു എന്ന് പറഞ്ഞ് പയ്യൻ കാണിക്കുകയും അവനെ അലിഞ്ഞു ചേരാൻ വേണ്ടി ആലിംഗനം നടത്തുമ്പോൾ അവന്റെ ഉള്ളിൽ ഇത് കഴിഞ്ഞിട്ട് അടുത്ത 5 മണിക്ക് വേറെ സംഗതി ഉണ്ട് എന്നുള്ള ചിന്തകളിലൂടെ അവന്റെ വൈബ്രേഷൻ മാറുകയും ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഈ ഓപ്പോസിറ്റ് പാർട്ട്ണറിന് മനസ്സിലാക്കാൻ പറ്റും ഇയാളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. മനസ്സിലായി? ഈ തിരിച്ചറിവാണ് ഈ കിരാത എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മൾ ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂട്ടുകൂടിക്കൊള്ളും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തോളും, പക്ഷെ നമുക്ക് കാര്യങ്ങൾ, വ്യക്തികൾ, സിറ്റുവേഷൻസ് തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക ഇഫക്റ്റ് ഉണ്ടാവണം. അപ്പൊ പ്രണയം ഇതിന്റെ അടിസ്ഥാനമാണ്. ഈ ഭൂമിയിൽ പ്രണയം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇത് നിലനിൽക്കുന്നത്. പക്ഷെ പ്രണയം കുറഞ്ഞത് കൊണ്ടാണ് എന്ത് വന്നത്? കിരാതകൾ വന്നു, കൊറോണകൾ വന്നു. കൊറോണകൾ വന്നു, കിരാതന്മാരുടെ എണ്ണം കൂടി,